സിറിയയിൽ വീണ്ടും ഇസ്രായേലിന്റെ കനത്ത വ്യോമാക്രമണം. തെക്കൻ സിറിയയിലെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ കമാൻഡ് സെന്റർ വ്യോമാക്രമണത്തിൽ തകർത്തു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മണിക്കൂറുകൾ നീണ്ട വ്യോമാക്രമണമാണ് സിറിയയിൽ തുടർച്ചയായ രണ്ടാം ദിവസവും ഇസ്രായേൽ നടത്തിയത്. സിറിയയ്ക്കുള്ളിൽ ഇസ്ലാമിക ഭീകര സംഘടനകളുടെ പ്രവർത്തനം എന്നേക്കുമായി അവസാനിപ്പിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഇറാനെ പിന്തുണയ്ക്കുന്ന ഇസ്രായേലിന്റെ ശത്രുക്കളായിട്ടുള്ള നിരവധി ഇസ്ലാമിക ഭീകര സംഘടനകൾ ഇപ്പോഴും സിറിയയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് പ്രവർത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും HTSന്റെ ഭരണകൂടം ഒരുക്കി നൽകുന്നുണ്ട്. ബാഷർ അൽ അസദ് ഭരണകൂടത്തെ അട്ടിമറിച്ചപ്പോൾ തന്നെ അതിന് കാരണമായി പറഞ്ഞത് ഇസ്ലാമിക ഭീകരവാദത്തിന് ഇത്രത്തോളം വെള്ളവും വളവും നൽകി വളർത്തിയ മറ്റൊരു രാജ്യമില്ല, മറ്റൊരു ഭരണകൂടമില്ല എന്ന കാരണത്താലാണ്. ഇപ്പോൾ ഇതാ ബാഷർ അൽ അസദ് ഭരണകൂടം നിലംപതിച്ചതിന് പിന്നാലെ അവിടെ അധികാരമേറ്റ HTSന്റെ മുഹമ്മദ് ഷാറയുടെ ഭരണം അത് വീണ്ടും മുൻകാലത്ത് എങ്ങനെയാണോ ഇസ്ലാമിക ഭീകരവാദത്തിന് സപ്പോർട്ട് നൽകിയത്, പിന്തുണ നൽകിയത്, അതിന് സമാനമായ ഭരണമാണ് ഇപ്പോഴും നടക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ ടെറിട്ടറി, തങ്ങളുടെ അതിർത്തികൾ കാക്കാനുള്ള സ്വാതന്ത്ര്യം, അതിനുള്ള അധികാരം തങ്ങൾക്കുണ്ട് എന്ന് ഇസ്രായേൽ പറയുന്നു. ഇസ്രായേലിന് ഭാവിയിൽ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികളെ, ഇസ്രായേൽ നേരിടേണ്ടി വരുന്ന ആക്രമണങ്ങളെ പ്രതിരോധിക്കുകയാണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യം. അതിനുവേണ്ടി തങ്ങൾക്കെതിരെ തിരിയാൻ സാധ്യതയുള്ള എല്ലാ നീക്കങ്ങളെയും ആക്രമിച്ച് തകർക്കുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് തെക്കൻ സിറിയയിലെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് അസദ് ഭരണകൂടം അവശേഷിപ്പിച്ചിട്ട് പോയ ആയുധ സംഭരണശാലകൾ, ആയുധ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലേക്കൊക്കെ ഇസ്രായേലിൻ്റെ വ്യോമാക്രമണം ഉണ്ടായത്. ഇപ്പോൾ ഇതാ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് കഴിഞ്ഞ ജനുവരി മുതൽ വലിയ സന്നാഹങ്ങൾ സിറിയയ്ക്കുള്ളിൽ ഒരുക്കുന്നുണ്ട്. പൊതുവെ എല്ലാ ഇസ്ലാമിക ഭീകര സംഘടനകൾക്കും പ്രത്യേക സ്ഥലങ്ങളും പ്രത്യേക ഇടങ്ങളും പ്രത്യേക ആയുധ സംഭരണശാലകളും സിറിയയിലുണ്ട്. സിറിയ ആഗോള ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഒരു ഹബ്ബാണെന്ന് ചുരുക്കത്തിൽ പറയാം. അതേസമയം ഗാസയിൽ ആക്രമണം അതിരൂക്ഷമായ ഘട്ടത്തിൽ ജനുവരിക്ക് ശേഷം സിറിയയുടെ തെക്കൻ പ്രദേശത്ത് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി രൂക്ഷമായി എന്നും ഇസ്രായേലിനെതിരെ ഒരു ആക്രമണത്തിന് തെക്കൻ സിറിയയിൽ നിന്നുകൊണ്ട് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് തയ്യാറെടുക്കുന്നുവെന്നുള്ള രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ ഇസ്രായേലിന് ലഭിച്ചിരുന്നു. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് തെക്കൻ സിറിയയുടെ ഭൂപ്രദേശത്തേക്ക് അതിരൂക്ഷമായ ആക്രമണം ഇസ്രായേൽ നടത്തിയത്. കഴിഞ്ഞ ദിവസം തന്നെ തെക്കൻ സിറിയ പിടിച്ചെടുത്തതായി, തെക്കൻ സിറിയയുടെ മേധാവിത്വം തങ്ങൾക്കാണ് എന്ന് ഇസ്രായേൽ പറയുകയുണ്ടായി. തെക്കൻ സിറിയ ഒരിക്കലും ഇനി HTSനോ അല്ലെങ്കിൽ സിറിയയുടെ മറ്റു ഭരണാധികാരികൾക്കോ വിട്ടു നൽകില്ല. എല്ലാ കാലത്തും ഇസ്രായേലിൻ്റെ സുരക്ഷയെ കരുതി തെക്കൻ സിറിയയിൽ ഇസ്രായേലി സൈന്യം എല്ലാ കാലത്തും ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഗൊലാൻ കുന്നിലെ സിറിയയുടെ ബേസ് ക്യാമ്പിനെ, സിറിയയുടെ നിരീക്ഷണ ക്യാമ്പുകളെയൊക്കെ തകർത്തിട്ട് അവിടെ ഇസ്രായേൽ സ്വന്തം നിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അതുപോലെ ഹെർബൺ പർവ്വതത്തിലും ഇപ്പോൾ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നത് ഇസ്രായേലി സേനയാണ്. ബഫർ സോണിൻ്റെ ഉള്ളിൽ 15 കിലോമീറ്ററോളം, ഏകദേശം ഡമാസ്കസിനടുത്ത് വരെ ഇസ്രായേലിൻ്റെ സാന്നിധ്യം എത്തിയിരിക്കുന്നു. ഇസ്രായേലിൻ്റെ പീരങ്കിപ്പടയൊക്കെ അവിടെ തങ്ങുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം വൈകി മറ്റൊരു റിപ്പോർട്ട് കൂടി പുറത്തു വന്നിരുന്നു. ഡമാസ്കസിന് സമീപമാണ് പ്രധാനമായ ചില സ്ഫോടനങ്ങൾ ഉണ്ടായത്. ആ സ്ഫോടനങ്ങളുടെ പിന്നിൽ ഇസ്രായേലാണ്. മറ്റൊരു തീവ്രവാദ സംഘടനയുടെ ആസ്ഥാനത്തിന് നേരെ നടത്തിയ ആക്രമണമായിരുന്നു അത് എന്ന് സിറിയയിലെ പ്രാദേശിക മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും സിറിയ ഇപ്പോൾ വലിയൊരു അവസ്ഥയിലാണ്. സിറിയ ഇരുണ്ട ഭൂതകാലത്തിലേക്ക് തിരികെ പോകുന്നു എന്ന് അക്ഷരാർത്ഥത്തിൽ പറയാം. മുഹമ്മദ് ഷാര, സിറിയയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ്, HTSന്റെ നേതാവ്, കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒരു ഭരണഘടന ഒപ്പുവെച്ചു. സിറിയയുടെ ജനാധിപത്യപരമായ ഭരണഘടനയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട് അടുത്ത 5 വർഷത്തേക്കുള്ള ഭരിക്കാനുള്ള ഒരു പുതിയ ഭരണഘടനയാണ് രൂപം നൽകി ഒപ്പുവെച്ചത്. തീർത്തും മത നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ഇസ്ലാമിക രാജ്യമാക്കി, ഇസ്ലാമിക മത നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന രാജ്യമാക്കി സിറിയയെ മാറ്റിയിരിക്കുന്നു. അപ്പോൾ വീണ്ടും ഇരുണ്ട ഭൂതകാലത്തിലേക്ക്, ഇരുണ്ട മതകാലത്തിലേക്ക്, ശരീഅത്ത് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണം നടത്തുന്ന ഒരു അവസ്ഥയിലേക്ക് സിറിയ എത്തിയിരിക്കുന്നു. സ്വാഭാവികമായും ഇനിയും ഇസ്ലാമിക ഭീകര സംഘടനകളുടെ ഒരു ഈറ്റില്ലമായി സിറിയ മാറാം. ഇത് ഇസ്രായേലിന് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഡെവലപ്മെൻറ്റ്സ് കൃത്യമായി മനസ്സിലാക്കിയിട്ട് കൃത്യമായ സമയത്ത് ഇസ്രായേൽ തിരിച്ചടിക്കുന്നത്. ഇനിയും ഇസ്ലാമിക ഭീകരർ സിറിയയിൽ ഉടലെടുക്കാം, അവർ കൂടുതൽ ശക്തി പ്രാപിക്കാം. അവരുടെ ആക്രമണം
അതിർത്തി കടന്ന് ഇസ്രായേലിലേക്ക് ഉണ്ടാകാമെന്ന് ഇസ്രായേൽ കണക്കുകൂട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഒരുപടി മുന്നിൽ സിറിയയ്ക്കുള്ളിൽ കടന്നു കയറി അവർ വലിയൊരു ഭൂപ്രദേശം പിടിച്ചെടുത്ത് അവിടെ ബഫർ സോൺ പോലെ അവർ തിരിച്ചിരിക്കുന്നത്. ഇനി ആ ഭാഗത്തിന് അപ്പുറം നിന്നാണ് സിറിയ ആക്രമിക്കുന്നതെങ്കിൽ സിറിയയെ സമ്പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നു. എന്തായാലും ഒരു രാജ്യത്തിൻ്റെ രാഷ്ട്രത്തലവന്, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിക്ക് സ്വന്തം ജനതയോട് എത്രമാത്രം കൂറും കടപ്പാടുമുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രായേലിന് നേരെ ആക്രമണം ഉണ്ടായിരുന്നു. തെക്കൻ ലെബനൻ ഇസ്രായേൽ പിടിച്ചെടുത്തു. തെക്കൻ ലെബനനിൽ നിന്ന് ഇപ്പോഴും ഇസ്രായേലി സൈന്യം പിന്മാറിയിട്ടില്ല. ഗാസയിൽ ഇസ്രായേലി സൈന്യമുണ്ട്. അതുപോലെ ഇപ്പോൾ തെക്കൻ സിറിയ ഇസ്രായേൽ പിടിച്ചെടുത്തിരിക്കുന്നു. തെക്കൻ സിറിയയിൽ ഇസ്രായേലി സൈന്യത്തിൻ്റെ സാന്നിധ്യം എല്ലാ കാലത്തും ഉണ്ടാകുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുകയാണ്. എന്തായാലും ചുറ്റുമുള്ള രാജ്യങ്ങൾ, ചുറ്റുമുള്ള ഇസ്ലാമിക ഭീകര രാജ്യങ്ങളെല്ലാം തന്നെ സ്വന്തം കാൽ കീഴിലാക്കാനുള്ള വലിയ പരിശ്രമം ഇസ്രായേൽ നടത്തുന്നു. ഇസ്രായേലിന് അതിനുള്ള ആർജവമുണ്ട്, സൈനിക ശേഷിയുണ്ട്, ഇസ്രായേലിന് അതിനുള്ള കരുത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം.